ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. ഈ സമയത്ത് മഹാവിഷ്ണുവിന്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകുമെന്നാണ് ഐതിഹ്യം. ഏകാദശി വ്രതത്തിൽ ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങൾ വളരെ പ്രധാനമർഹിക്കുന്നവയാണ്. ഇനി എന്താണ് യോഗിനി ഏകാദശിയുടെ ഐതിഹ്യം എന്ന് നോക്കാം. ധനത്തിന്റെ ഈശ്വരനായ കുബേരന്റെ ആസ്ഥാനമായ അളകാപുരിയിൽ ഹേമൻ എന്നൊരു തോട്ടക്കാരനുണ്ടായിരുന്നു. ദിവസവും മാനസ സരസിൽ നിന്നും ശിവപൂജയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ടുവരേണ്ട ചുമതല അയാൾക്കായിരുന്നു. ഒരു ദിവസം പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ എത്തിക്കാൻ അയാൾ വൈകി. കുപിതനായ കുബേരൻ ഹേമനെ ശപിച്ചു. അയാൾ രോഗിയായി മാറി. ഹേമൻ മാർക്കണ്ഡേയ മഹർഷിയെ കണ്ട് തന്റെ രോഗദുരിതം അറിയിച്ചു. ശാപമോചനത്തിന് മാർക്കണ്ഡേയൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ആ ഉപദേശപ്രകാരം ഹേമൻ യോഗിനി ഏകാദശി വ്രതം നോറ്റു തുടങ്ങി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഹേമന് രോഗമുക്തി നേടാനായി. ഏകാദശി ദിവസം ദാനം ചെയ്യുന്നത് പോലെ മറ്റൊരു പുണ്യകർമ്മമില്ല. സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷ ഏകാദശി എന്നും പറയുന്നു. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയതിന് ഹരിവാസരം എന്നും പറയുന്നു. ഒരു വർഷത്തിൽ 24 ഏകാദശികളുണ്ട്. ചിലപ്പോൾ ഇത് 25 ആകാം. ഇതിൽ ആഷാഢ മാസത്തിലെ, അതായത് മിഥുനം കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. ഈ ഏകാദശി വ്രതമെടുത്താൽ ശാപമുക്തിയും രോഗമുക്തിയും പാപമോചനവുമാണ് ഫലം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെ പ്രധാനമർഹിക്കുന്നു. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും പാടില്ല. അതിന് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കാം. ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയർ, പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. പകൽ ഉറക്കവും പാടില്ല. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുമന്ത്ര ജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീടേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരണ വീട്ടുക എന്ന് പറയുന്നത്. ഈ സുദിനത്തിൽ തുളസി തീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുമുണ്ട്. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുകയും ആവാം. ദ്വാദശി കഴിയുന്നതിന് മുൻപ് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടണമെന്നാണ് മാനദണ്ഡം. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതെ ഇരിക്കുന്നതാണ് അത്യുത്തമം. ഏകാദശി തിഥി വരുന്നത് 2025 ജൂൺ 21 ശനിയാഴ്ച രാവിലെ 7:18 മുതൽ ജൂൺ 22 ഞായറാഴ്ച രാവിലെ 4:27 വരെയാണ്. അതുപോലെ ഹരിവാസര സമയം വരുന്നത് ജൂൺ 21 രാത്രി 11:10 മുതൽ ജൂൺ 22 രാവിലെ 9:43 വരെയാണ്. വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമത്ര ഇത്. ജീവിതകാലത്ത് ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഏകാദശി വ്രതമെടുത്ത് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ ഇല്ലാതെയാകും. ഏകാദശി വ്രതത്തിന് നിരവധി ഫലങ്ങൾ പറയുന്നുണ്ട്. വ്രതമെടുത്ത് വിഷ്ണു ഭഗവാന് തുളസി അർപ്പിക്കുന്നവർക്ക് 1 കോടി യാഗം ചെയ്ത പുണ്യമുണ്ടാകും. ഏകാദശി ദിവസം ഭഗവാന് മുന്നിൽ നെയ്വിളക്ക് തെളിയിക്കുന്നവർക്ക് വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാകും. ഏകാദശി ദിവസം വിഷ്ണുവിനെ താരമാല ചാർത്തുന്നവർക്ക് മോക്ഷം ലഭിക്കും. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രം അലങ്കരിക്കുന്നവർക്ക് മുക്തി ലഭിക്കും. പതിവായി ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഭഗവാന്റെ സമീപം വൈകുണ്ഠത്തിൽ വസിക്കാനാകും. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഏകാദശി വ്രതമെടുത്താൽ കുടുംബത്തിൽ ഐശ്വര്യവും സത്സ്വഭാവികളായ മക്കളും ഉണ്ടാകും. ഏകാദശി ദിവസം ഉറക്കമൊഴിഞ്ഞ് നാമജപത്തോടെ കഴിയുന്ന ദമ്പതിമാർ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കും. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങളിലായാണ് ഏകാദശി വ്രതം ആചരിക്കുന്നത്. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമാണ് ഉത്തമം. ശാരീരിക പ്രശ്നങ്ങളല്ല അതിന് കഴിയാത്തവർക്ക് അരിഭക്ഷണം ഒഴിവാക്കി വ്രതമെടുക്കണം. ഗോതമ്പ് കൊണ്ടുള്ള ലളിത വിഭവങ്ങളോ പയർ, പുഴുക്ക്, പഴങ്ങൾ, ഫലങ്ങൾ എന്നിവയോ ഇവർക്ക് കഴിക്കാം.
അവരും കഴിയുന്നതും കുറച്ചു മാത്രം കഴിക്കണം. ഒരു കാരണവശാലും അമിത ആഹാരം പാടില്ല. ഏകാദശി നാളിൽ കർശനമായും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാട് ചെയ്യണം. പകൽ ഉറക്കം പാടില്ല. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീടേണ്ടത്. വ്രതം തീർക്കാൻ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിക്കുന്ന ചടങ്ങാണ് പാരണ വീടുക എന്നത്. ഈ ദിവസം തുളസി തീർത്ഥം മാത്രം കഴിച്ച് വ്രതം എടുക്കുന്നവരുമുണ്ട്. ദ്വാദശി കഴിയുന്നതിന് മുൻപ് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടണം. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്നതാണ് ഹരിവാസര മുഹൂർത്തം. ഈ 12 മണിക്കൂർ ഒന്നും തന്നെ കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഭൂമിയിലെങ്ങും ശ്രീ മഹാവിഷ്ണുവിന്റെ മഹനീയ സാമീപ്യം കൂടുതലായി അനുഭവപ്പെടുമത്രേ. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു പൂജയ്ക്കും ഫലത്തിനും പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകും. പുരാണ കാലം മുതൽ അനേക കോടി ഭക്തരുടെ അനുഭവമാണ് ഏകാദശി വ്രതാനുഗ്രഹം. ഈ ദിവസം വിഷ്ണു സന്നിധികളിൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്ന തിരക്ക് മാത്രം മതി ഏകാദശി മഹാത്മ്യം വർണ്ണിക്കാൻ.